ഹായ്! നമ്മള് സ്വാഭാവികമായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? എനിക്കിവിടെ കപ്പയും പുട്ടുമാണ് കേട്ടോ. ഏട്ടനിന്ന് ഡ്യൂട്ടി ഇല്ല. പക്ഷേ ഓഫീസിൽ പോകണം. അപ്പോൾ എന്താണെങ്കിലും ഡ്യൂട്ടി ഇല്ലല്ലോ. അപ്പം നേരം വെളുത്തിട്ടാണ് ഞാൻ എണീറ്റത്. 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ അവിടെ കളി കാണുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ കളിയായി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. വൈകുന്നേരമൊക്കെ ആണെന്ന് വെച്ചാൽ കാണാതിരിക്കാറുണ്ട് കേട്ടോ. കപ്പ കറി ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു പകുതി സവാള ഇടും, ഇഞ്ചി ഇടും, പച്ചമുളക് ഇടും. ഇത് കപ്പ എങ്ങനെ കറി വയ്ക്കുമ്പോഴും ഞാനൊരു സവാളയുടെ കഷ്ണം എന്തായാലും ഇടും കേട്ടോ. അത് ഒത്തിരി ടേസ്റ്റ് കൂട്ടും. അത് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ദേ കപ്പ ഇങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങൾ പുട്ടിന് കറി ഉണ്ടാക്കാറ്? ഞങ്ങളിങ്ങനെയാണ് കറി ഉണ്ടാക്കാറ്. പച്ചമുളക്, ഇഞ്ചി, സവാളയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ട് അതിന് ശേഷം അതിൽ കടുകും ഉഴുന്നുപരിപ്പും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചൊഴിക്കും. ഇതാണ് ഞങ്ങളുടെ കറി കേട്ടോ. നിങ്ങളുടെ എങ്ങനെയൊക്കെയാണ് കപ്പ കറി വെക്കുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നിങ്ങൾക്ക് രാവിലെ എന്താണെന്നും കൂടെ പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടൊരു ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ പുട്ടിനുള്ള പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. പുട്ടുപൊടിയാണ്. അപ്പം നമ്മൾ അതേ അളവിന് തന്നെ വെള്ളം ഒഴിച്ച് വെച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ ദേ തേങ്ങ ചിരകണ്ട്, അപ്പുറത്ത് കുടിവെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ എന്ത് വെക്കുന്നുണ്ടോ അപ്പം തന്നെ ഞാൻ ചോറിൻ്റെ പരിപാടി നോക്കും കേട്ടോ. അപ്പോൾ പിന്നെ ആ പരിപാടി കഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ദേ 2 കുരുമുളക് ഇടിച്ചിട്ടിട്ടാണ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുള്ളത്. ചോറിനുള്ള കലം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ കപ്പ ഒരു വിസിലടിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പുട്ട് അടുപ്പത്ത് വെക്കുകയും ചെയ്തു. അപ്പോഴതിന് അവിടെ ഒരാൾ വിളി തുടങ്ങി, വായോ കളി കാണാൻ വായോ, ഗോൾ അടിച്ചു എന്നും പറഞ്ഞിട്ട് നെതർലാൻഡ്. ഫസ്റ്റ് ഗോൾ നെതർലാൻഡ് അടിച്ചത്. അപ്പം അത് കാണാൻ വായോ എന്നും പറഞ്ഞാൽ അത് കണ്ടു നിന്നു. അപ്പോഴത്തേന് നമ്മുടെ ദേ പുട്ട് റെഡിയായി. അത് കുത്തി എന്താണെങ്കിലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു സ്പീഡിലൊരു തിരക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി. പിന്നെ സമയം കിട്ടിക്കഴിഞ്ഞാലോ കുറച്ച് നേരം മൊബൈലോ ടി വിയോ എന്തെങ്കിലുമൊക്കെ കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കി നടന്ന് നേരം കളയും. പക്ഷെ നേരെ മറിച്ച് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ ആ വണ്ടി. അപ്പോൾ ദേ രാവിലത്തെ ആ വണ്ടി അങ്ങനെ നല്ല രീതിയിൽ ഓടുന്നുണ്ട്. ഡീസലും പെട്രോളും ഒന്നും ഒരു കുറവില്ല, നല്ല ഉഷാറാണ്. ഞാൻ പിന്നെ ഗ്യാസിൻ്റെ മുകളിൽ 2 അടുപ്പ് ഒരുമിച്ച് മാക്സിമം കത്തിക്കാറില്ല കേട്ടോ. തിരക്കുള്ളപ്പോൾ മാത്രമാണ് 2 അടുപ്പിൽ ഞാൻ വെക്കാറുള്ളൂ. പിന്നെ ചോറും വെള്ളവും കുളിക്കാനുള്ള വെള്ളം ബാക്കിയുള്ള ചായ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഡക്ഷൻ്റെ മുകളിലും വെക്കും. പിന്നെ ഇറച്ചി മീനൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ വിറകടുപ്പിലും വെക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 3.5-4 മാസത്തോളം ഗ്യാസ് നിൽക്കും കേട്ടോ. അനുവിൻ്റെ ചേട്ടനും സായിയും ഒക്കെ ദേ സ്കൂളിൽ പോവാണ് കേട്ടോ. മോർണിംഗ് ക്ലാസ് ഉണ്ട്, ട്യൂഷനും ഉണ്ട്, ഒക്കെ കൂടെ ആയിട്ട് നേരത്തെ ഇറങ്ങും അവർ. അപ്പോഴത്തേനും ദേ എൻ്റെ അരിയുടെ വെള്ളം തിളച്ചു. അപ്പം ഞാൻ ദേ അരി ചൂടുവെള്ളം ഒഴിച്ച് കഴുകി ദേ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് തിളച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, ചോറ് റെഡിയായി. അപ്പോൾ പിന്നെ ആ പരിപാടിയൊക്കെ വേഗം വേഗം കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടല്ലോ കറണ്ട് ഇടയ്ക്ക് പോകുന്നുണ്ട്. അത് കാരണം നമ്മൾ കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. ഇതിനിടയിൽ നമ്മുടെ സിറ്റ് ഔട്ട് ഒന്ന് അടിച്ചു വരാൻ പോയി. നമ്മളുടെ ചെടി വെച്ചതിന് നല്ല ഉഷാറുണ്ട് കേട്ടോ. ഞാൻ മുട്ടത്തൊണ്ടൊക്കെ പൊടിച്ച് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് കൊടുത്തതിൻ്റെ ഉഷാർ ആ ചെടിക്ക് കാണുന്നുണ്ട്. അപ്പോൾ ദേ നമ്മളുടെ അടുത്ത് കുറ്റിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ 1.5 കുറ്റിയേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഏട്ടൻ ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ അധികം കഴിക്കുകയില്ല. വീട്ടിലിരിക്കുകയാണെങ്കിൽ ഒരു 3 കഷ്ണം കഴിക്കുകയുള്ളൂ, അല്ലാത്തവർ 2 കഷ്ണമേ കഴിക്കുകയുള്ളൂ. അപ്പം ഞാൻ ദേ കപ്പയ്ക്ക് വറവിടുകയാണ് കേട്ടോ. ഇന്ന് 6:15 എണീച്ച് വരുന്നത് തന്നെ സൂര്യൻ എൻ്റെ മുഖത്താണ് ഉദിച്ചതെന്ന് തോന്നും, അത്ര വെളിച്ചമായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം വിചാരിച്ചു, ഇന്ന് എന്തായാലും ഫുള്ള് ക്ലീനിങ് തന്നെയാണ്. കാരണം 3-4 ദിവസമായി മുറ്റത്തിറങ്ങിയിട്ട് പ്ലാവിലൊക്കെ വീണിട്ടേ ചപ്പും ചവറും നിറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ, സൂര്യൻ്റെ മുഖം മങ്ങി. എന്താണെന്നറിയില്ല കേട്ടോ, എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ദേ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അത് ഇനി ചൂടാറുമ്പോൾ അതിൻ്റെ ചാറ് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ദേ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പുട്ടായി, കപ്പയായി, ചോറായി, വെള്ളം തിളപ്പിച്ചു, ഏട്ടന് കുളിക്കാൻ വെള്ളം കൊണ്ടുവച്ച് കൊടുത്തു, ഏട്ടൻ കുളിക്കാൻ പോയി. അപ്പോഴത്തേനും ഞാൻ ദേ അടുത്ത പരിപാടി തുടങ്ങി. നമ്മുടെ രാവിലത്തെ അടുക്കള പൂട്ടി. ഇനി ഞാൻ ദേ ഈ പരിപാടിയാണ് കേട്ടോ. ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി ഉള്ളൂ. എക്സസൈസ് ചെയ്ത് മുഴുവനായില്ല. അതിനിടയിൽ ഏട്ടൻ കുളിച്ച് റെഡിയായി വന്നു, ഏട്ടന് ചായയൊക്കെ കൊടുത്തു. പിന്നെ ഏട്ടൻ ദേ എൻ്റെ എക്സസൈസ് വീണ്ടും തുടങ്ങിയപ്പോൾ അത് മുഴുവനാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. എക്സസൈസ് കഴിഞ്ഞ് ഒരു അരമണിക്കൂറെങ്കിലും കഴിയണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ പിന്നെ അതിന് വെയിറ്റ് ചെയ്തില്ല. ആൾ പിന്നെ ഇനി എന്തായാലും ലേറ്റ് ആവും. പിന്നെ ഏട്ടൻ പോവാന്നും പറഞ്ഞിട്ട് ഏട്ടൻ ഇറങ്ങി കേട്ടോ. ഇനിയാണ് പണി ഇരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് കറി ഉണ്ടാക്കണ്ട.
തോരൻ മാത്രം വെച്ചാൽ മതി. ഏട്ടനാണ് ചാറ് കറി വേണ്ടത്. എനിക്ക് പക്ഷെ ചാറൊന്നും വേണമെന്നില്ല. എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ ഒരു ചമ്മന്തിയോ മാത്രം മതി കേട്ടോ. പിന്നെ നമ്മളതിൽ അച്ചാറോ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഞാനും മോനും അങ്ങനെയാണ്. കൂടുതൽ ചാറിനോട് വലിയ താല്പര്യമില്ല. മുട്ട പൊരിച്ചതാണെങ്കിലും അവനൊക്കെയാണ് കേട്ടോ. ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടോ എന്തോ വെയില് വീണ്ടും ഒന്ന് ചിരിച്ചു കാണിക്കുന്നുണ്ട്. ആ സന്തോഷത്തിൽ ഞാൻ ദേ മുറ്റത്തേക്ക് ഇറങ്ങി. എക്സസൈസ് കഴിഞ്ഞാൽ എന്തായാലും ഒരു അരമണിക്കൂർ കഴിയാണ്ട് നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ ആ നേരത്ത് എന്തായാലും വിയർത്ത് കിതച്ച് നിൽക്കുകയായിരിക്കും. അപ്പൊ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ദേ ഇവരൊക്കെ ഒന്ന് കാണും കേട്ടോ. ദേ മുട്ടിട്ടിട്ടുണ്ട് അടീനിയത്തില് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കണ്ട് ദേ റോസ് പൂവിൽ മുട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറേ ചട്ടിയിലൊക്കെ ഞാൻ കുറച്ച് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ മണ്ണുണ്ടല്ലോ 2 വെയിൽ കൊണ്ടാൽ അപ്പം ഉറച്ചു പോകും. എന്നാൽ നല്ല മഴയാണെങ്കിലോ വെള്ളം ചട്ടിയുടെ അടിയിൽ 4 ഹോള് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും മുകളിൽ വെള്ളം നിൽക്കും. ഇടയിൽ പോയിട്ട് ഞാൻ ഒരു കമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുമ്പോഴാണ് ആ വെള്ളം താഴേക്ക് ഇറങ്ങുന്നത്. അതായത് ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ ആ മണ്ണുണ്ടല്ലോ അങ്ങനെ ടൈറ്റായി പോകും. അങ്ങനത്തെ മണ്ണാണ്. പക്ഷെ എന്ത് വെച്ചാലും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ കുറേ ദിവസം മുമ്പ് ഞാൻ നല്ല 2-3 ദിവസം വെയിൽ കണ്ടപ്പോൾ മുറ്റത്തെ കുറേ ഭാഗത്തേക്ക് പുല്ല് ചെത്തി ദേ വാടാമല്ലി നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ അന്ന് അമ്മായി വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ അമ്മായിയുടെ വീട്ടിൽ പോയപ്പോൾ കുറേ ചെമ്പരത്തിയും മുല്ലയും കുറേ ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ദേ വെച്ച് കൊടുത്തിട്ട് അതൊക്കെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചേട്ടൻ വിളിച്ചപ്പോൾ ചോദിക്കുകയും ചെയ്തു ചെടി കൊണ്ടുപോയത് പിടിച്ചോന്ന്. ദേ കണ്ടോ എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവര് വീഡിയോ കാണുകയാണെന്ന് വെച്ചാൽ കണ്ടോട്ടെ പറഞ്ഞിട്ടാണ് ഇതും കൂടെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ അതിനൊക്കെ നന്നായി പൊടിപ്പ് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കുനുകുനാന്നുള്ള പൊടിപ്പുകൾ വന്നിട്ടുണ്ട്. ഇത് നല്ല ചക്കമുല്ലയാണ് കേട്ടോ അത്. അപ്പൊ എല്ലാം പൊടിച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന ചെടികളെല്ലാം പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്പരത്തി ഒരു 5 തരം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും. എന്താണെന്നറിയോ, പുല്ല് കണ്ടോ എത്ര ചെത്തിയിട്ടാണെന്നറിയോ ഈ ചെടികൾ മുഴുവൻ വെച്ചു കൊടുത്തത്. ഇപ്പൊ ഈ 4 ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോഴത്തേക്കും വീണ്ടും പുല്ല് വന്നു. പുല്ല് ചെത്തി പുല്ല് എന്നെയും കൊണ്ട് പോകുന്നു തോന്നുന്നത്. കാരണം ഷോൾഡറും കൈയൊക്കെ നല്ല വേദന ഈ പുല്ല് ഇങ്ങനെ ചെത്തിയിട്ട്. കൈ കൊണ്ട് വലിച്ചു കഴിഞ്ഞാലും ഷോൾഡറിന്റെ അവിടെ ഇങ്ങനെ ചുളുചുളാന്ന് ഇങ്ങനെ കുത്താൻ തുടങ്ങും. കുറേ നേരം കൈ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ. ഇത് എന്താണെന്ന് അറിയോ, നിങ്ങളുടെ അവിടെ ഇതിനെന്താ പേര്? ഇത് കണിക്കൊന്നയുടെ വേറൊരു വേർഷൻ പൂവാണ് കേട്ടോ. ശരിക്കും കൊല കൊലയായിട്ട് തന്നെ കണിക്കൊന്ന പോലെ തന്നെ ഇല്ലേ കാണാനായിട്ട്. നിങ്ങളുടെ അവിടെ ഈ പൂവിന് എന്താ പേര് പറയാന്നോ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. എനിക്കറിയില്ല. ഇത് ചേച്ചിയുടെ അവിടെ നിന്ന് മോൻ കുറേ ചെടികൾ കൊണ്ടുവന്നപ്പോൾ കൂട്ടത്തിൽ കൂടെ കൊണ്ടുവന്നതാണ് കേട്ടോ. കണിക്കൊന്നയുടെ ഒരു സിമ്പിൾ വേർഷൻ ആയിട്ടാണ് ഇത് കാണുമ്പോൾ തോന്നണത്. പൂവ് ഞാൻ ദേ കുറച്ചും കൂടെ അടുത്ത് കാണിച്ചു തരാം. കണ്ടോ കൊല കൊലയായിട്ട് നിറയെ കൊല കൊലയായിട്ട് പൂവ് മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ദേ മുരിങ്ങ ഉണങ്ങി പോയതായിരുന്നു. അന്ന് ഞാൻ വിഷമിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മഴ പെയ്തപ്പോൾ നന്നായി തളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ കറിവേപ്പ് ഒരെണ്ണം കൂടെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചീരമുളക് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ പൂവിട്ടിട്ട് വീണു പോയി കേട്ടോ. വേറെ ഒന്നല്ല, അവിടെ വെളിച്ചം കിട്ടുന്നില്ല. അപ്പുറത്തെ പറമ്പിൽ പ്ലാവിന്റെ കൊമ്പ് ഇതിന്റെ നേരെ മുകളിലാണ്. അപ്പൊ അത് കാരണം കാനലാണ്. അത് കാരണം പൂവുണ്ടാവണതൊക്കെ വീണു പോവാ. ഇത് നമ്മുടെ ബോഗൺവില്ല. ഏതാ കളർന്ന് എനിക്കറിയില്ല കേട്ടോ. അമ്മ കൊണ്ടുവന്നതാണ് വീട്ടിൽ നിന്ന്. അമ്മ ഒരു 3-4 എണ്ണത്തിന്റെ കൊമ്പ് ഒരുമിച്ച് വെച്ചിട്ടുള്ളതാ. അപ്പൊ ഒന്നിനും പൂവില്ലാത്ത സമയത്താണ് കൊണ്ടുവച്ചത്. മഞ്ഞാണെന്നാണ് പറഞ്ഞത്. ഇനി പൂവുണ്ടാവുമ്പോ അറിയാം ഏതാ കളർന്ന്. പിന്നെ ദേ കാക്കാച്ചണ്ടമല്ലി. ഇതൊക്കെ മിറ്റടിച്ച് വാരുമ്പോ ആ വിത്തൊക്കെ അവിടെ ഇവിടെയും കിടന്ന് മുളച്ചുണ്ടാവണതാണ് കേട്ടോ. പിന്നെ അതിനടിയിൽ പെട്ടിട്ട് ഒരു സുന്ദരി നിൽക്കുന്നുണ്ട്. ആരാന്നറിയോ? ദേ കനകാംബരം. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ കനകാംബരം. പക്ഷെ അത് വേനൽക്കാലത്ത് കൊണ്ടുവന്നതാ. പെട്ടെന്ന് പിടിച്ചു. അന്ന് തൊട്ടിട്ട് പൂവുണ്ടാവാൻ തുടങ്ങിയതാ കേട്ടോ. ഇതുവരെ നിന്നിട്ടില്ല. പച്ചമുളകൊക്കെ ഉണ്ടാവാൻ തുടങ്ങുന്നുണ്ട്. ഇതാരാ നോക്കിയേ? ഇതിന്റെ പേര് നിങ്ങളുടെ അവിടെ എന്താ പറയാ? ഞാൻ ഇവിടെയൊക്കെ പറയുന്ന ഉപ്പിട്ടൻ ജാതി എന്നാണ് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എന്തൊക്കെയാ പറയണമെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. ദേ ഞാൻ പറഞ്ഞ സംഭവമാണ്. കണ്ടോ പ്ലാവിന്റെ കൊമ്പ്. ഇത് ഇങ്ങനെ നിൽക്കണ കാരണേ അവിടെ തീരെ വെളിച്ചം കിട്ടുന്നില്ല. അവര് വെട്ടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു ചക്കയുണ്ട്. അപ്പൊ അത് വെട്ടി കഴിഞ്ഞിട്ട് വെട്ടാന്നും പറഞ്ഞ് നിൽക്കാണ്. അതൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി നമ്മളുടെ പരിപാടിയിലേക്ക് തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പൊ എക്സസൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബീട്രൂട്ടും ക്യാരറ്റും നെല്ലിക്കയും ഇഞ്ചിയും കൂടെ അടിച്ചെടുത്ത ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പിന്നെ വിശക്കില്ല കേട്ടോ. ഈ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു വിശപ്പുണ്ടോ, ആ വിശപ്പിന് ഇതങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാ മതി, രാവിലത്തെ കഴിക്കണം എന്നില്ല.
തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യാട്ടോ. തടി കുറഞ്ഞു കിട്ടും. രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, പകരം ജ്യൂസ് മാത്രമല്ലേ കുടിക്കുന്നത്. ഞാൻ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരനക്കം കിട്ടും. ദേ ഇതാണ് കക്ഷി. സുന്ദര ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. പക്ഷെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ? നമ്മൾ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ നടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊത്തി തിന്നും, ഒന്നും ബാക്കി വയ്ക്കില്ല. ഇപ്പൊ ഒന്നും ഇല്ലാത്ത കാരണം രക്ഷപ്പെട്ടു. ആരും വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാവണം. ഇന്ന് വെയിലും ഇല്ല മഴയില്ല, ആ ഒരു അവസ്ഥയിൽ നിൽക്കായിരുന്നു കേട്ടോ. എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു ഉച്ചയോടുകൂടെ. ഞാൻ ദേ ഫുഡിലേക്ക് പോവാണ്. നമ്മൾ അന്ന് സുർക്കയിലിട്ട് വെച്ചില്ലേ ചെറിയും ചീനമുളകും, പിന്നെ മൈ ഫേവ് ബീട്രൂട്ട് മെഴുക്ക് വരട്ടി, ഇത് രണ്ടും കൂടി ഒരു പിടി പിടിക്കാൻ പോവാണ് കേട്ടോ. എന്തിനാ കുറെ ചാറും കറിയൊക്കെ, ഇതൊക്കെ മതി ധാരാളം. സുഖമായിട്ട് സൈക്കിൾ പോണ പോലെ ചോറ് കൂട്ടാ. ഒന്ന് നോക്കി നോക്ക്. ആ ചീനിമുളകിന്റെ ചെറിയുടെ ഒക്കെ ഓരോ പീസ് കടിച്ച് അങ്ങനെ ചോറുണ്ണണം. ആ ഒരു സുഖം ഉണ്ടല്ലോ, ഒരു ഇറച്ചിക്ക് മീനും കിട്ടില്ല കേട്ടാ. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ഇഷ്ട വിഭവങ്ങളൊക്കെ കൂട്ടി ചോറുണ്ടോളൂ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.